ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നൊരു കലോത്സവത്തിൻ്റെ വ്ളോഗാണ് ഗൈസ്. അതെ, അപ്പോൾ നമ്മൾ കോളേജിൽ ഇപ്പോൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തുടങ്ങിയത്, ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ രചനാ മത്സരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ കവിതാരചന കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പാണ് നമ്മുടെ തങ്കുവിൻ്റെ നാടോടി നൃത്തമുണ്ട്. അപ്പം അതിനുള്ള ഒരുക്കങ്ങളാണ് ഇന്നത്തെ വ്ളോഗ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നൊരു കലോത്സവത്തിൻ്റെ വ്ളോഗാണ് ഗൈസ്. അതെ, അപ്പോൾ നമ്മൾ കോളേജിൽ ഇപ്പോൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തുടങ്ങിയത്, ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ രചനാ മത്സരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ കവിതാരചന കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പാണ് നമ്മുടെ തങ്കുവിൻ്റെ നാടോടി നൃത്തമുണ്ട്. അപ്പം അതിനുള്ള ഒരുക്കങ്ങളാണ് ഇന്നത്തെ വ്ളോഗ്. നമ്മളിപ്പോൾ ഹോസ്റ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാരണം തങ്കു ഗ്രീൻ റൂം ഉണ്ട്, പക്ഷെ തങ്കുവിന് ഹോസ്റ്റലിൽ തന്നെ റെഡി ആവണം എന്ന്. അപ്പം അങ്ങനെ ഹോസ്റ്റലിലേക്ക് നമ്മൾ വന്നു. അപ്പം തങ്കു റെഡി ആവുന്ന കാണിച്ചില്ല. കിലുങ്ങുന്ന വളയിലിട്ട് കാണുമ്പോ തങ്കുവിന്റെ മുഖം നോക്ക് ഗൈസ്. മേക്കപ്പിന്റെ ഇത് നീ എങ്ങനെയാ പഠിച്ച മേക്കപ്പ് ഇടേണ്ടത്? ഇട്ടിട്ട് പഠിച്ചു പറഞ്ഞ. എന്നാലും ദൈവളിപ്പോ നിന്റെ എല്ലാം നശിപ്പിക്കും ഗൈസ്. റൂം മൊത്തം അലങ്കോലായി. അലങ്കോലല്ല, തങ്കുവിന്റെ മേക്കപ്പ് സാധനങ്ങളാണ്. അർച്ചനന്റെ കോപ്രായങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഗൈസ്. സപ്പു ഡ്രസ്സ് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗഗനെ, തങ്കു ഇപ്പൊ ആകെ മാറി, നാടോടി പെണ്ണായി തങ്കു. അർച്ചനെ, നീ എന്താ ലൈറ്റ് പിടിച്ചു കൊടുക്കുന്ന പോലെ? ഓ, ചീത്തന്ന് വിളിക്കല്ലോ ഗൈസ്. ഗഗനന്റെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റേജിൽ കയറിയാണ്. പറയും, എന്താ പറയണ്ടേ? വെറുതെ കളിക്കുക ഗൈസ്. ഇവരുടെ ഒരു ആഗ്രഹത്തിനാണ് ഞാൻ കളിക്കുന്നത്, അല്ലാണ്ട് എനിക്ക് ഗഗന തങ്കു പറയുന്നത് മടിയാവുന്നു. എന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മള് ചാടി ചാടി കളിക്കണം അല്ലേ ഗൈസ്? ഞാൻ ഈ കോലത്തിൽ ഞാൻ 1.5 മണിക്കൂർ നിൽക്കണ്ടേ? നിക്കണം. നമ്മളെല്ലാരും ഉണ്ട്. അച്ചു, അതെ, എന്റെ കവിതയും കഥയും കഴിഞ്ഞു ഗൈസ്. ഇനി എനക്കുള്ള ഐറ്റം എന്ന് പറയുന്നത് നാളെയാണ്. ചെലങ്ക. ഇവള് കയ്യിൽ ചെലങ്ക കെട്ടിക്കൊണ്ടുപോകും. കാണും. ഗൈസ്, നമ്മൾ ഗഗനയുടെ ഡാൻസ് കാണാൻ വേണ്ടി തയ്യാറാണ്. പറക്കൂ, എന്റെ വർത്താനം പറ. പേടിച്ച് നിൽക്കാറ് ആ സ്റ്റേജ് പൊളിക്കും. എനിക്ക് ഇവരെല്ലാരും കൂടെ ഓവറാക്കണം കാണുമ്പോഴാണ് എനിക്ക് ടെൻഷനാണ്. ഇതിനനുസരിച്ച് ഞാൻ കളിക്കും, എനിക്കറിയില്ല. കളിപ്പിക്കും. വീഡിയോയില് അതെ. ആരടി ഓൾറെഡി ലോട്ടെടുക്ക്. എത്ര? 6 കാണിക്കാതൊന്ന് കാണിക്ക്, നമ്പർ കാണിക്ക്. ഞാൻ വീഡിയോയിൽ
കലോത്സവത്തിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഗൈസ്. സെക്കൻഡ് ഡേ അല്ല, മൂന്നാമത്തെ ദിവസം, ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ നമ്മൾ എറണാകുളത്തപ്പൻ്റെ അമ്പലത്തിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹായ് പറഞ്ഞിട്ട് എൻ്റെ ഗൈസിനോട് ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കുന്നു. അതെ, എറണാകുളത്തപ്പൻ്റെ അമ്പലത്തിൽ ഉത്സവം. ഇതുവരെ സോഫി എൻ്റെ വ്ളോഗിൽ വന്നിട്ടില്ല. അപ്പം ഇതാണ് സോഫി, നമ്മളെ റൂമിലുള്ള ഗുണ്ടയാണ് ഇവളെല്ലാവരും ചൂരലോണ്ട് അടിക്കും ഗൈസ്. പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ക്ഷമിക്കുക അല്ലേ സോഫി. കലോത്സവം വൈബ്. ഹരി ക്യൂ നിന്ന് മടുത്തു. അത്രയാ ക്യൂ, പൊടിയും വെയിലും. അതിൻ്റെ ഇടയിൽ രണ്ടാൾക്കാർ ഇടയിൽ കയറി കഴിച്ചു. നമ്മളവരെ സമ്മതിച്ചില്ല. സോഫി ഒടുവിൽ ഇത്ര നേരം ക്യൂ നിന്ന് ഞങ്ങൾ സദ്യ കഴിച്ചു ഗൈസ്. നല്ല പായസം ഉണ്ടായിരുന്നു, എലിശ്ശേരി ഉണ്ടായിരുന്നു, സാമ്പാർ, പപ്പടം, അച്ചാറ്, പിന്നെ ഒരു വറവ്. വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. കുറേ ക്യൂ നിന്ന് ഗൈസ്. വെയിൽ എന്നെല്ലാം പറഞ്ഞാല് അതിങ്ങനെ വളഞ്ഞ് എത്രയാ വളവ് ഇല്ലേ. അതെടുക്കാം അല്ലേ, നല്ല കുറേ വളവ്. പിന്നെ അതിന്റെ ഇടയിൽ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തെന്ന് അറിയോ, ഇടയിൽ കൂടാൻ വന്നു. അപ്പൊ നമ്മള് പറഞ്ഞു എന്താ നമ്മളും കുറെ നേരം അയ്യോ ഗൈസ്. പട്ടിക്കുട്ടി കോളേജിലെത്തി നമ്മള്. തങ്കുവിന്റെ ഡാൻസ് ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ തങ്കുവിന്റെ ഡാൻസ് കാണാൻ വേണ്ടി പോകുന്നു. ബൈ.